ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എനിക്കിതിവിടെ കുറച്ച് ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഈ ചെമ്മീനൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക് കുറേശ്ശെ ഇട്ടിട്ടാണ് വൃത്തിയാക്കി എടുക്കുന്നത്. ഇത് ചെറിയ ചെമ്മീനാണ്, നല്ല വലിപ്പമുള്ളതൊന്നുമല്ല. അപ്പോൾ ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങയും മസാലയും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് നല്ലോണം കറിയാക്കി വെച്ചാൽ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അങ്ങനെ തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ ഞാനിവിടെ വൃത്തിയാക്കി. അപ്പം അങ്ങനെ തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കണം. ഇതുപോലത്തെ വേസ്റ്റ് പാത്രത്തിലാണ് ചെമ്മീൻ്റെ ചെള്ളൊക്കെ ഇട്ടിട്ടുള്ളത്. ഇനി അത് ഇവിടെ എടുത്ത് കൊണ്ട് ഒഴിവാക്കട്ടെ. ഇനി അതൊന്ന് കഴുകി എടുക്കട്ടെ. എൻ്റെ ഈ ഒരു ബ്ലോഗ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം. ഞാൻ ഒരു ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി, പക്ഷേ എവിടെയും എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ എല്ലാ വാച്ചവറും കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വിഷമത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ ഇടാൻ ഉള്ള തീരുമാനത്തിൽ എത്തിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഈ തേങ്ങ ഒന്ന് ചിരകി എടുക്കാം. അപ്പോൾ ആ തേങ്ങ ഒക്കെ ഞാൻ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് വേപ്പിൻ്റെയും പെരുംജീരകവും ഉള്ളിയും എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊന്നും കണ്ട് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും മുളകും പൊടിയും ഇട്ടിട്ട് ഒന്നും കൂടെ ചൂടാക്കിയെടുക്കണം. അങ്ങനെ അരച്ചിട്ട് കറി വെച്ചാൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ അങ്ങനെ വറുക്കണതിൻ്റെ ഇടയിൽ നമുക്ക് ഈ തക്കാളി പച്ചമുളക് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ കൂട്ടാൻ വെക്കുന്ന ചട്ടിക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ നേരം വൈകിക്കണ് ഇതൊക്കെ ഉണ്ടാക്കാൻ. കാരണം എന്താവും ചെറിയൊരു ക്ഷീണം, മേലെ കൈയൊക്കെ ഭയങ്കര വേദന അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെയാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ ചട്ടിയിലേക്ക് ഞാൻ തക്കാളി പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി ഇട്ടിട്ടാണ് ഞാൻ കറി വെക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഉണക്കി വെച്ചിട്ടുള്ള കുടംപുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ ഒരു 3-4 എടുത്തിട്ടുള്ളൂ. നമുക്ക് എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇതാ മല്ലി തേങ്ങ മുളകും പൊടി എല്ലാം കൂടെ ഞാൻ ഇവിടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. മസാലകൾ ഇട്ടാൽ പിന്നെ ഒന്ന് ചൂടായാൽ മതി, നല്ലോണം ആവൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ കറിക്ക് ടേസ്റ്റ് വേറെ ആവും. തേങ്ങയും മസാലയും കൂടെ കുഴച്ചിട്ടും കറി വെക്കും, ഇതുപോലെയും കറി വെക്കും. എങ്ങനെ വെച്ചാലും ചെമ്മീൻ കറി നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ വീണ്ടും ഞങ്ങളോട് പറയുകയാണ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം. എൻ്റെ വീഡിയോത്തെ വാച്ചവറെല്ലാം പറ്റ പോയി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൽ. അതന്നെ ഞാൻ വീണ്ടും പറയാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ആയാൽ പറ്റൂല, വീഡിയോ ഒന്നും കൂടെ ഇടണം. നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ തീ ഓഫ് ചെയ്യാം. നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ അരച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ചവിടെ പോയി, അത് നമുക്ക് കുറച്ച് വൃത്തിയാക്കാം. നല്ല നമുക്ക് ഒന്ന് തിളച്ചതിൻ്റെ രസം നോക്കിയിട്ട് പാകത്തിന് നമുക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം പത്തിരിപ്പണി എടുക്കാൻ. അതുകൂടെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ സമാധാനമല്ല. ഇത് നോമ്പാണ്, ഇന്നും നാളെയും നോമ്പ് എടുക്കാൻ വിചാരിച്ച്. നല്ല ദിവസങ്ങളല്ലേ. ഒന്നിൻ്റെ അന്ന് വെള്ളിയാഴ്ച ഒന്നിനെ പിടിക്കാൻ ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ അന്നൊക്കെ കൊടുക്കാൻ പറ്റിയില്ല. അന്നൊരു ഒഴിവാക്കാൻ പറ്റാത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി, അത് കാരണം എടുക്കാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഇനി മുഹറം മാസം വരുന്നുണ്ടല്ലോ,
അത് 10 എടുക്കണം എൻ്റെ മനസ്സിലുണ്ട്. എടുക്കാനുള്ള ആരോഗ്യമൊക്കെ അള്ളാഹു തരട്ടെ. ഞാൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കി വെക്കട്ടെ. ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കുക. സാറ് തിളച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യമുള്ള ചെമ്മീനും കൂടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. ഇവിടെ ചാറ് തോന്നിക്കാൻ അവിടെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് 2 പണിയും കൂടെ അരിയട്ടെ. എന്നിട്ട് എല്ലാവർക്കും സുഖമല്ലേ? പെരുന്നാളൊക്കെ ആയില്ലല്ലേ? എനിക്കും സുഖമാണ്, അൽഹംദുലില്ലാ. ഇങ്ങനെ പോണ്. അപ്പോൾ കറി ഇവിടെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കറിയാണ് തോന്നിച്ച് വെച്ചാൽ അതിൻ്റെ പണിയാണ്ട് കഴിയാലും. ഒരു ഉരുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കറി തോന്നിക്കുമ്പോൾ ഒരുപാട് ഇട്ടാൽ ഏത് കറി ആയാലും. ഇതിനിടയ്ക്ക് എനിക്ക് 4 പപ്പടം കാച്ചെടുക്കണം. പിന്നെ അടുത്തത് നമ്മളെ പത്തിരിപ്പണിയാണ് കേട്ടോ. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കിടട്ടെ. അപ്പോൾ അങ്ങനെ ഇതാ പൊടിയൊക്കെ ഞാനിവിടെ വാട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ലോണം തുടച്ച് വൃത്തിയാക്കിയതാണ്. ഇനി ഇവിടെ ഇട്ട് നമുക്ക് നല്ലോണം ഉണ്ട് കുഴച്ച് ചാമ്പ് എടുക്കാം. ഞങ്ങളവിടെയൊക്കെ പൊടി ചാമ്പ അങ്ങനെയൊക്കെയാണ് പറയാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കയ്യിലിങ്ങനെ വെള്ളമൊക്കെ ആക്കിയിട്ട്. ചൂടാണ് ചൂടൊക്കെ അങ്ങനെ പറ്റൂല എൻ്റെ കൈക്ക്. അങ്ങനെ നമ്മുടെ മാവ് നല്ലോണം ഇവിടെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് ഇങ്ങനെ കുട്ടി. അപ്പം അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ നല്ലോണം കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് തിരിച്ചെടുത്തിട്ട് ഇങ്ങനെ ആക്കി നമുക്ക് പാകത്തിലുള്ള കഷ്ണം മുറിച്ചെടുക്കുക. പ്രസ്സിൽ വെച്ച് അമർത്തുക, ചട്ടിയിലിട്ട് ചുട്ടെടുക്കുക. അത്രേ ഉള്ളൂ പണി. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ പത്തിരിപ്പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പത്തിരി പ്രസ്സുമ്മ വെച്ചിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അല്ലാതെ പണ്ടത്തെ പോലെ പലമ വെച്ചിട്ട് നമ്മൾ ഓടക്കോലായിട്ട് ഇങ്ങനെ പരത്തി എടുക്കണ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ.
അതുപോലെ ഒന്നല്ല ചെയ്തെടുത്തിട്ടുള്ളത്. ഞങ്ങൾ പ്രസ്സുമ്മലാണ് പത്തിരി ഇതുപോലെ പ്രസ് ചെയ്തെടുക്കൽ. എന്നാൽ തന്നെ നല്ല സൂപ്പർ പത്തിരി ആയി കിട്ടും. അപ്പം അത്രയും പത്തിരി ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പത്തിരി ഇവിടെ ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കല്ലിൽ 4 എണ്ണം 5 എണ്ണം ഒക്കെ പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ പത്തിരിപ്പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ പത്തിരി ചുട്ടിട്ട് ഒരു മുറത്തേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചൂടാറിൻ്റെ ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ പത്തിരി കേടാവില്ല. മറ്റേത് ഈ ചൂടോടുക്കെ തന്നെ നമ്മളൊരു പാത്രത്തിൽ ഇടുമ്പോൾ ആവി ഉണ്ടല്ലോ, ആവി ഇറങ്ങി വരുമ്പോൾ പത്തിരി ആകെ കേടായി വരും. അടിഭാഗമൊക്കെ മേൽഭാഗത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, അടിഭാഗത്തേക്ക്. അപ്പോൾ ഞാനിതുപോലെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ ചാനൽ ആകെ വാച്ചവറൊക്കെ ഇറങ്ങിപ്പോയി. ഇനി പുതിയതൊക്കെ വീഡിയോ ഉണ്ടാക്കിയിട്ട് പുതിയ വാച്ചവറൊക്കെ ആയി വന്നിട്ട് വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.